തമിഴ്നാട് മുതൽ കാശ്മീർ മുതൽ റോഡ് സൈഡിൽ നിൽപ്പുണ്ട്. അങ്ങനെ ഇത് അവിടെ എല്ലാവരും ഇത് ചെയ്യണ്ടേ? അപ്പോൾ വേറെ യു റെസ്ട്രിക്റ്റ് ദി പീപ്പിൾ ഹാവ് ദി ക്യൂരിയോസിറ്റി ടു ഗോ ഫോർ ഇറ്റ്. നിങ്ങളിതൊന്ന് ലിബറലൈസ് ചെയ്ത് നോക്ക്. കഷ്ടിച്ച് 2-3 മാസം ഇവന്മാരെൻ്റെ പുറകെ നടക്കുക. അതിനകത്തൊന്നും വലിയ അർത്ഥമില്ല എന്ന് പറഞ്ഞിട്ട് അവരിത് മതിയാകും. നിങ്ങൾ അതിന് ചാൻസ് കൊടുക്കൂ, ജനങ്ങളെ വിശ്വസിക്കും, വിശ്വാസത്തിലെടുക്കൂ. എന്തിനു പേടിക്കുന്നു? അവരല്ല, ജനങ്ങളല്ലേ ഇത്. അവർക്ക് ഇല്ലാത്ത ഉൾക്കണ്ട നിങ്ങൾക്ക് എന്തിനാ? എടാ, അവനവനില്ലാത്ത ഉൾക്കണ്ട നിങ്ങൾക്ക് ഉണ്ടാവേണ്ട കാര്യം എന്തെന്ന്? ഭരണാധികാരികൾ അവർ എന്തിനാ ഈ എക്സൈസ് ഡിപ്പാർട്ട്മെന്റ്? എന്തിനാ ഇത്? എത്ര കോടി രൂപ അവർ നശിപ്പിച്ച് കളയുന്നത്? ഇത് ഇന്നലെ ഒരു പയ്യൻ പിടിച്ചപ്പം ആ പിടിച്ച ഉദ്യോഗസ്ഥരുന്ന് പബ്ബ അടിക്കുന്നു. അതിൽ നിന്ന് അതുണ്ടാക്കി ഒന്നുമല്ല. അവൻ പറഞ്ഞ് കനാബിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാൻസറുള്ള മരുന്നാണ് മരിജുവാന. വെരി സിമ്പിൾ. അതുപോലെ ഇവർ മിസ്യൂസ് ചെയ്യല്ലേ. ഈ മോള് NDPS ആക്ട് വായിച്ചിട്ടുണ്ടോ? അതായത് ഫ്ലവർ ഒരു മൂന്ന് ടേംസ് ഉണ്ട്. പ്രായപൂർത്തി, അതായത് ആണ്, പെണ്ണ്, പിന്നെ ട്രാൻസ്ജെൻഡർ എന്ന് പറയും. ഇപ്പോൾ അവിടെ കിട്ടും. ആ പെണ്ണ് കഞ്ചാവ് നട്ട് അത് ഏകദേശം പ്രായപൂർത്തിയാകുമ്പം പുരുഷനെ ആകർഷിക്കാൻ വേണ്ടി അവരുടെ ശരീരത്തിൽ സ്രവം പുറപ്പെടുവിക്കും. അതിൻ്റെ പേരാണ് മരിജുവാന. അതൊരു 10-16 കിലോമീറ്ററോളം ആ ഗന്ധം, അങ്ങനെയാണ് ഇവർ കണ്ടുപിടിക്കുന്നത്. അവിടെ ഇവിടെ കൃഷിയുണ്ട്. അപ്പോൾ അതിനെ ഇങ്ങനെ പുലുകിയാൽ കടയിൽ നിന്നൊക്കെ കടഞ്ഞാൽ നമ്മുടെ കൈ പറ്റും മരിജുവാന. അത് കഴിക്കാം. അത് നർക്കോട്ടിക് ആക്ട് അല്ല, NDPS വരില്ല. അതാ ഞാൻ പറഞ്ഞത്. NDPS ആക്ട് വരണമെങ്കിൽ അങ്ങനെ ഇത് പ്രായപൂർത്തിയായി ഇവിടെ പുഷ്പിക്കുന്നു. പുഷ്പിച്ച് കഴിയുമ്പം പുരുഷനുമായിട്ടുള്ള സംയോഗം നടക്കുന്നു, ഇതിൻ്റെ സീഡ്സ് വരുന്നു. അത് കഴിഞ്ഞ് ഇവിടെ ഇങ്ങനെ കൂമ്പും, അതായത് ഗർഭിണിയായി. അത് കഴിയുമ്പോൾ ഇല പൊഴിയും. ആ ഇല പൊഴിഞ്ഞതിന് ശേഷം നിൽക്കുന്ന ആ കൂമ്പിയ പൂവും അതിനോട് ചേർന്ന് കുറേ ലീവ്സും കൂടെ ചേർന്നാൽ മാത്രമേ ഇതൊരു സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആവുന്നുള്ളൂ. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പാവം യുവതലമുറ കൊണ്ടു നടക്കുകയോ കഴിക്കുകയോ ചെയ്യുന്ന നല്ല കഞ്ചാവ് പോലും അല്ല. കഞ്ചാവിനെക്കാട്ടി മുമ്പേ നിരോധിക്കേണ്ട ഡോളോയാണ്, പാരസെറ്റമോള്. അതിപ്പോൾ അവർ 1000 കോടി രൂപ കൈക്കൂലി കൊടുത്തിരുന്ന ആ സാധനം ഇപ്പോൾ അവരത് OTC പ്രോഡക്റ്റാക്കി. പ്രിസ്ക്രിപ്ഷൻ പോലും വേണ്ട. മനസ്സിലായി? പിന്നെ കുന്നിക്കുരുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ നമ്മൾ? കുന്നിക്കുരു അത് ഷെഡ്യൂൾഡ് 1 മെഡിസിനാണ്. അപ്പോൾ അത് നിരോധിക്കണം. പിന്നെ ആസ്മയ്ക്ക് പണ്ട് വലിക്കുന്ന ഉമ്മം, അത് ഷെഡ്യൂൾഡ് 1. പോട്ടെ, അരിയിൽ പോലും ആർസനിക്കുണ്ട്. തേങ്ങയില്ലേ, തേങ്ങയുടെ പുറത്തുണ്ട് പോയിസൺ. കപ്പയിലുണ്ട് ഇതിനെക്കാട്ടി മാരകമായ പോയിസൺ, ആർസനിക്കുണ്ട്. അതായത് പിന്നെ ഈ സൈനൈഡുണ്ട്, ഉരുളക്കിഴങ്ങിലുണ്ട്. അപ്പം ഇങ്ങനെ നിങ്ങളങ്ങോട്ട് നിരോധിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ അവിടെ പോയി. പിന്നെ ഞാൻ പണ്ട് എനിക്ക് ഈ ശിവാംബു എന്ന് പറഞ്ഞൊരു മൂത്രപാന ചികിത്സയാണ്. അപ്പം പിന്നെ ശാസ്ത്രം അധികം പഠിച്ചാൽ മൂത്രം കുടിക്കേണ്ടി വരും എന്ന് പറയുന്നതാണ് കയ്പ്. അപ്പം അങ്ങനെ കാട് കയറണം. പിന്നെ അതിൻ്റെ അടുത്ത ഇൻഡസ്ട്രിയൽ ഹെമ്പ് എന്ന് പറയും, അത് കേട്ടിട്ടുണ്ടോ? ഇൻഡസ്ട്രിയൽ ഹെമ്പ്. ഇപ്പം മെഡിസിനൽ ഹെമ്പിനെ കുറിച്ച് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇട്ടിരുന്ന ഷർട്ട്, പാൻറ്, തുണികൾ, അത് ഇൻഡസ്ട്രിയൽ ഹെമ്പിൻ്റെ പ്രൊഡക്ഷനാണ്. പിന്നെ മറ്റത് എൻവയോൺമെന്റൽ ഹെമ്പ്. അതിപ്പോൾ ഈ നമ്മുടെ ഈ പൊല്യൂഷനില്ലേ, എന്താ പറയുക, ബ്രഹ്മപുരമൊക്കെ 2 കിലോ കഞ്ചാവ് സീഡ്സോടെ വെറുതെ വെതറിയാൽ മതി. ഒരു 2 സീസൺ കഴിയുമ്പോൾ ആ പ്യൂരിഫിക്കേഷൻ വരും, ഓക്സിജനേഷൻ. അതായത് മെർക്കുറിയാണ് അവിടെ ഏറ്റവും വലിയ പോയിസൺ എന്ന് ഇവർ ആധുനിക ശാസ്ത്രം പറയുന്നത്. മെർക്കുറിയാണ് കഞ്ചാവിൻ്റെ ഭക്ഷണം. അല്ല എൻഡോകനോബിയെന്നോ THC എന്നോ CBD എന്നോ CBG എന്നോ ഒന്നും അങ്ങോട്ട് പോകണ്ട. അപ്പോൾ പ്ലാന്റിന്റെ പരിസരത്ത് കഞ്ചാവ് നടണം എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും. കഞ്ചാവ് ഈ കേരളത്തിൽ അടിമുടി നട്ടു കഴിഞ്ഞാൽ അന്തരീക്ഷ മലിനീകരണം ഇല്ലാണ്ടാവും, ശുദ്ധമായ വായു ഉണ്ടാവും, ആളുകൾ ശാന്തരാവും. കഞ്ചാവ് ഉപയോഗിച്ച് നാളിതുവരെ ആരും അക്രമാസക്തരായിട്ടില്ല. നേരെ മറിച്ച് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർ കിട്ടിയില്ലെങ്കിൽ ചിലപ്പോൾ അക്രമാസക്തരാകുമായിരിക്കും. ഞാൻ എൻ്റെ അല്ല, പക്ഷേ ഡി അഡിക്ഷൻ നമ്മൾ ഡി അഡിക്ഷൻ ഉപയോഗിക്കാറുണ്ട് കഞ്ചാവ്. അതിന് നമ്മുടെ കയ്യിൽ ഡ്രോപ്സ് ഉണ്ട്. ആ ഡ്രോപ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ ശാന്തരാവും. കുറച്ച് കഴിയുമ്പോൾ അതിനോടുള്ള വിട്രോയൽ സിംറ്റംസ് മാറും. ശിവമൂലി എന്നാണ് എൻ്റെ പേര്. ശിവക്ഷേത്രം, ഞാൻ വീഡിയോ ഇട്ട്, ശിവക്ഷേത്രങ്ങളിൽ പണ്ട് ശബരിമലയിൽ പോലും നമ്മൾ ഇരുമുടിയിൽ ഒരു മുടിയിൽ കഞ്ചാവ് കൊണ്ടുപോയിരുന്നു. ഈ ബാൻ വരുന്നതിന് മുമ്പ്. ഇപ്പോഴാണല്ലോ ഇവിടെ പൂർണ്ണമായിട്ട് ബാൻ വന്നു. നല്ലത് അതിൻ്റെ എക്സ്ട്രാക്ട്, പിന്നെ ഈ പറഞ്ഞ ഓയിൽ, ആ ഓയിൽ വിദേശികൾ ഇപ്പോഴും കഴിക്കുന്നുണ്ട്. നമുക്ക് അപ്രാപ്യമാണ്. നമ്മളിങ്ങനെ വിട്ടികളാക്കണോ? അറ്റ്ലീസ്റ്റ് നിങ്ങൾ ജനങ്ങളെ കോൺഫിഡൻസിലെടുക്കുക, അവർക്ക് നന്മ വരുത്തുക. പിന്നെ അടുത്തത് ഈ മുല്ലപ്പെരിയാർ ഡാമില്ലേ, ക്രംപ് എന്ന് പറയും. അതായത് കൺസ്ട്രക്ഷനിൽ ഉപയോഗിക്കുന്നുണ്ട് ഇതിൻ്റെ
ഹെമ്പ് ബോണ്ടിങ്ങിന് വേണ്ടി. ബോണ്ടിങ്ങിന് അല്ല, അത് ശർക്കരയും സുർക്കയും വേറെ. അതിനോടൊപ്പം ക്രംബ് ക്രേറ്റ് എന്ന് പറയും. ഇത് ചതച്ചിടും, സ്പ്രെഡ് ചെയ്തിടും ബോണ്ടിങ്ങിന് വേണ്ടി. ഇതിൻ്റെ പിന്നെ ഈ തണ്ട് നമ്മൾ ഞാൻ ഇതെടുക്കുമെന്ന് പറഞ്ഞില്ലേ, നൂലെടുക്കുമെന്ന് പറഞ്ഞു, ഫൈബർ എടുക്കുമെന്ന് പറഞ്ഞു. അതിനുശേഷമുള്ള സാധനങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഭയങ്കര ബോണ്ടിങ് വരും. ഇതിനകത്ത് എന്തൊക്കെ ബൈ പ്രൊഡക്ട്സ് കിട്ടുന്നുണ്ട്? ഇതിന് നമുക്ക് അതായത് ഞാൻ ചോദിച്ചത് മെഡിസിനൽ പർപ്പസിന് വേണ്ടിയിട്ടുള്ളതാട്ടോ ഞാൻ ചോദിക്കുന്നത്. മെഡിസിനിൽ നമുക്ക് 25ഓളം പ്രോഡക്ട്സ് ആൾറെഡി R&D ആയിട്ടുണ്ട്. നമ്മൾ ലൈസൻസ് ഉണ്ട്. അതിൽ മെയിനായിട്ട് ലേഹ്യം ഉണ്ടാക്കുന്നത് നമ്മൾ മാത്രമേ ഉള്ളൂ ഇന്ത്യയിൽ, ആയുഷിൻ്റെ ലൈസൻസോടുകൂടി. മദനകാമേശ്വരി ലേഹ്യം ഉത്തേജനത്തിന് നല്ലതാണ്, ആരോഗ്യത്തിന് നല്ലതാണ്, ആനന്ദത്തിന് നല്ലതാണ്. ക്യാൻസർ ക്യൂർ എന്ന് പറയുന്നത് ക്യാൻസറിൻ്റെ ക്യൂർ, പിന്നെ പെയിൻ കുറയാനും ആയിട്ട് കണ്ടമാനാളുകൾ ഉപയോഗിക്കുന്നുണ്ട്. അതായത് ഈ മെറ്റാസ്റ്റാറ്റിസിസ് എന്ന് പറയുന്ന 4th സ്റ്റേജ് കഴിഞ്ഞ് ഈ മോർഫിനൊക്കെ കുത്തിവെച്ച് അതിൻ്റെ മാരകമായ വേദന സഹിക്കാൻ പറ്റാഞ്ഞിട്ട് ശരിക്കും എനിക്ക് ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ഉള്ളത്, കണ്ടമാനം ആളുകൾ ഇപ്പോൾ മേടിക്കുന്നുണ്ട്. അത് പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് വഴി കനാബിസ് ലീഗലൈസ് കഴിഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വഴിയൊക്കെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ സാധാരണക്കാർക്ക് പ്രയോജനപ്പെടും. ഈ നമ്മുടെ വില ഒന്നും അവർക്ക് വാങ്ങാൻ പറ്റില്ല, നല്ല കോസ്റ്റ്ലിയാണ് നമ്മളെ സംബന്ധിച്ചോളം. അപ്പോൾ ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് ഗവൺമെൻറ് വഴി ഫ്രീ ഡിസ്ട്രിബ്യൂട്ടെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ, ഹെൽത്ത് മിനിസ്റ്ററോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്, നിങ്ങൾ അടുത്ത ഇതിലെങ്കിലും ചർച്ച ചെയ്തിട്ട് കനാബിസ് ഇപ്പം 10-40ഓളം കമ്പനികളുണ്ട് ഇന്ത്യയിൽ ഓൾറെഡി. ഇവരിൽ നിന്ന് നമ്മുടെ തന്നെ വാങ്ങണമെന്നില്ല, മേടിച്ചിട്ട് എല്ലാ ഹോസ്പിറ്റലും വഴി. ഒരു ആർട്ടിക്കിൾ 47 അനുസരിച്ച് ജനങ്ങളുടെ ആരോഗ്യം എന്ന് പറയുന്നത് സംസ്ഥാനത്തിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ അവർ ചെയ്യണം. പിന്നെ ഈ ചെറുപ്പക്കാരെ പിടിച്ച് ജയിലിലിട്ട് അവരുടെ ഭാവി കളയരുത്. അതും എനിക്കൊരു റിക്വസ്റ്റായിട്ട് കൊടുക്കാണ്. അലോപ്പതിക്ക് ഒരുപാട് സൈഡ് എഫക്ട്സ് ഉണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആയുർവേദമാണോ കൂടുതൽ സേഫ്? കാരണം താങ്കൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അലോപ്പതിയുടെ ബ്രാൻഡ് അംബാസഡർ ആണോ വീണ ജോർജ് എന്നുള്ള രീതിയിൽ ഞാനൊരു ന്യൂസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്. അതിന് കാരണം ഞാൻ പറഞ്ഞുതരാം. ഞാൻ അലോപ്പതിക്ക് പൂർണ്ണമായിട്ട് എതിരൊന്നുമല്ല. അലോപ്പതി തെറ്റ് ചെയ്യുകയും നാളെ പശ്ചാത്തപിക്കുകയും ചെയ്യുമ്പോൾ ആ നഷ്ടം ഉണ്ടായവരെ ആരും കാണുന്നില്ല. ഞാനാണ് ആദ്യമായിട്ട് കൊറോണ വാക്സിനെതിരെ ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലും കേസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എനിക്കെതിരെ വന്ന അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് ഞാനൊരു തീവ്രവാദിയാണെന്നാണ് പറഞ്ഞത്. തീവ്രത എന്താ അയാൾ എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ ദേവൻ രാമേന്ദ്രൻ എന്ന് പറയുന്ന മഹാനുഭാവൻ എന്ന് പറയുന്ന ജഡ്ജ് 14ഓളം P1 എവിഡൻസ് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ട് വാക്സിൻ ചെയ്തെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊന്നും നോക്കാതെ എൻ്റെ അഡ്വക്കേറ്റിനെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് അടുത്ത പ്രാവശ്യം വന്നു ഇങ്ങനൊരു കേസ് അപ്പീലായിട്ട് വന്നു കഴിഞ്ഞാൽ അവർ ശല്യക്കാരൻ എന്നുള്ള രീതിയിൽ കൂടെ പെടുത്തുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എഴുതി. ശരിക്കും അയാൾ അറ്റ്ലീസ്റ്റ് ആ ഫയലൊന്ന് നോക്കാനുള്ള ധാർമ്മികത പോലും കാണിച്ചത്. ഇപ്പോൾ എത്ര പേര് ചത്തിട്ടുണ്ട് മോളുടെ അറിവിൽ ഈ വാക്സിൻ കുത്തിവെച്ച് ഒരു കുഴഞ്ഞു മണക്കം മരിക്കുന്നില്ലേ? അപ്പോൾ ഇവർ പരിതപിച്ചുകൊണ്ട് അത് കോമ്പൻസേറ്റ് ആസ് അന്താരാഷ്ട്ര ലെവലിൽ അതിന് നഷ്ടപരിഹാരം കൊടുക്കുന്നുണ്ട്. അതിന് പോലും ഒരു നട്ടെല്ല് സംസ്ഥാനമോ കേന്ദ്രമോ കാണിച്ചിട്ടില്ല. മറ്റുള്ള രാജ്യങ്ങളിൽ വാക്സിൻ പിന്നെ ഡെത്തിന് അവരതിന് പിന്നെ എന്തിന് ഒരു പോസ്റ്റ്മോർട്ടം പോലും നടത്തുന്നില്ല. ഈ വാക്സിൻ കൊണ്ടാണ് മരിച്ചതെന്നുള്ളതിനെക്കുറിച്ച് എന്തൊക്കെ നാടകങ്ങളായിരുന്നു ഇവിടെ. വഴിയോനെ പിടിച്ചിടുന്നു, എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നു എന്ന് വേണ്ട. അതിന് വല്ല അപ്പോൾ ഞാൻ എങ്ങനെ ഇതിൽ വിശ്വസിക്കണം? നിങ്ങൾ ഈ പറയുന്നതാണ് അലോപ്പതിയിൽ ഫോർ വാട്ട്? പിന്നെ ഡോളോ എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇന്നലെയും പാരസെറ്റമോൾ ഡ്രോപ്സിന് വരെ എന്തോ കൊടുത്തൊരു കുട്ടി മരിച്ചിട്ടുണ്ട്. പാരസെറ്റമോൾ എന്നാണ് അതിന് പറയുന്നത്, ഡോളോയ്ക്ക് ഉൾപ്പെടെ. അതിന് ഡോളോ എന്നൊരു ബ്രാൻഡ് നെയിമാണ്. പിന്നെ മലയാളികൾ കഴിക്കുന്ന ഡോളോയുടെ കൈക്കൂലിയാണ് 1000 കോടി രൂപ കൊടുത്തത്. ഈ പാവങ്ങളൊക്കെ ഇങ്ങനെ മരുന്ന് കൊടുത്ത് കൊല്ലണം? ഈ ലോട്ടറി കച്ചവടമൊക്കെ അവസാനം. നമുക്ക് എത്രയോ റിസോഴ്സസ് ഉണ്ട്, കരിമണൽ പോലുള്ള റിസോഴ്സസ് കിടപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ രാജ്യത്ത് പിന്നെ ചന്ദനം കുഴിച്ചു നോക്കാം. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ ഈ രാജ്യം സ്വർഗ്ഗതുല്യമാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ ഗോഡ്സ് ഓൺ കൺട്രി റൂളിംഗ് ബൈ ഡെവിൾസ് ഓൺ പീപ്പിൾ എന്നുള്ളത് മാറ്റിയിട്ട് ഗോഡ്സ് ഓൺ കൺട്രി ബൈ ദി ഗോഡ്സ് ഓൺ പീപ്പിൾ എന്നാവും. അപ്പം നമുക്ക് അതല്ലേ വേണ്ടത്? സംശയമുണ്ടോ?